കോട്ടയം ചിങ്ങവനത്ത് സീരിയൽ താരം മദ്യപിച്ചോടിച്ച കാർ ഇടിച്ച് ചികിത്സയിലായിരുന്ന നാട്ടകം സ്വദേശി തങ്കരാജ് മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് മരണം. കഴിഞ്ഞ മാസം 24-നായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ തങ്കരാജിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. എന്റെ പൊന്നു ജിഷിനെ ഊളത്തരം പറയരുതേ. ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ല ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി ഇപ്പോ ഇതിനോടകം തന്നെ കേരള പോലീസിന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കേട്ടതാണ്. 2 മോഡൽ മരിച്ച സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ഒരു വ്യക്തി പുറത്ത് പറഞ്ഞതും നമ്മളെല്ലാവരും കേട്ടതാണ്. അന്ന് തന്നെ ഇവനോട് പറഞ്ഞത്രേ, മോനെ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കല്ലേ എന്നുള്ളത്. എന്തായാലും അവനെ ഫ്ലവേഴ്സ് ടിവിയിലെ പ്രോഗ്രാമിൽ നിന്നും ദൂരെ കളഞ്ഞിട്ടുണ്ട്. നല്ല വെടുപ്പ് ചെക്കനാണ്, നല്ല വെടുപ്പ് ചെക്കൻ. ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് ഈ ഒരു മനുഷ്യനെ കാണേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഒരാളെ ഇടിച്ചങ്ങ് തെറിപ്പിച്ചിരിക്കുകയാണെ. എന്നതിന് ശേഷം അയാളുടെ സഹപ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഷിൻ എന്ന് പറയുന്ന ബിഗ് ബോസിൽ കുറച്ച് കാട്ടിക്കൂട്ടിൽ നമ്മൾ കണ്ടതാ. പുറത്തു വന്നപ്പോഴും ഊളത്തരം തന്നെയാണ് പറയുന്നത് വ്യക്തമായി മനസ്സിലായി എന്നുള്ളതാണ്. ജിഷിനെ മണ്ടത്തരം പറയരുത്. അയാൾ ഇടിച്ച വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും തിരുത്തി പറയണം കേട്ടോ. എന്തായാലും ആ വാർത്ത മുഴുവൻ ഒന്ന് കേൾക്കാം നമുക്ക്. സംഭവം ഇപ്പോൾ ഈ അന്ന് അപകടത്തിൽപ്പെട്ടയാളുടെ മരണവിവരമാണ് വരുന്നത്. തങ്കരാജ് മരിച്ചു എന്നുള്ള വിവരം എപ്പോഴായിരുന്നു മരണം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച മരണത്തിലൊരു സ്ഥിരീകരണം ആശുപത്രി അധികൃതർ പോലീസിലേക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും കൈമാറിയിരിക്കുന്നത്. ഈ 24-ാം തീയതി, നമുക്കറിയാം ഒരാഴ്ച മുമ്പ് 24-ാം തീയതിയായിരുന്നു രാത്രിയിലായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം അന്ന് ആദ്യഘട്ടത്തിൽ വലിയ പരിക്കുകളില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് തലയ്ക്കായിരുന്നു പരിക്കേറ്റിരുന്നത്. 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് തങ്കരാജിന്റെ അവസ്ഥ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അത്തരത്തിൽ ഈ 24 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെതിരെ നേരത്തെ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കൽ, ഈ അപകടം വരുത്തിവെക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മോട്ടോർ വകുപ്പിന് പോലീസ് കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മരണം, തങ്കരാജിന്റെ മരണം സംഭവിച്ചതോടുകൂടി സിദ്ധാർത്ഥിനെതിരെ അറസ്റ്റിലേക്കും മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കും. ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അടക്കം നരഹത്യ വകുപ്പ് അടക്കം പുതിയ എഫ്ഐആറിൽ ചുമത്താനുള്ള നടപടികളും പോലീസ് ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എത്ര ദിവസം ഉണ്ടാവുന്നൊരു പിടിയുമില്ല. സെലിബ്രിറ്റിയാണ്, പണമുണ്ട്, തീർച്ചയായിട്ടും ഇതിൽ നിന്നും ജാമ്യം നേടി ഇയാൾ വീണ്ടും പുറത്തു വരും. അയാളുടെ ലൈസൻസ് സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത്, റദ്ദാക്കുകയാണ് വേണ്ടത്. അയാൾക്ക് ഇനി ആ ലൈസൻസിന്റെ ആവശ്യമില്ല. അയാൾ ആ വാഹനം ഓടിച്ച് നടക്കരുത്. ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ അതേ സീരിയൽ മേഖലയിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നത് പറയുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. ആ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഫാമിലിയെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കണ്ടേ? ഒരു ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ? അന്നന്ന് വിറ്റ് കിട്ടുന്ന ആ ഒരു തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ? ആ മനുഷ്യന്റെ ലൈഫിന് ഒരു വിലയും ഇല്ല, ഒരു വാല്യൂ ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സെലിബ്രിറ്റി ആയതുകൊണ്ടാണത്ര അയാളുടെ കഴുത്തിന് പിടിച്ചിട്ട് ഒരാൾ വലിച്ചത്. കള്ള് കുടിച്ചൊരു സാധാരണക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് അയാളുടെ തലക്ക് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റി കിടക്കുമ്പോൾ ഇവന്റെ കഴുത്തിനല്ലാതെ പിന്നെ എവിടെ പിടിക്കുക? ചോദിക്കുകയാണ്. ഇവിടെ പല ആളുകളും അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. ഓക്കെ, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷെ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അയാൾ 4 ദിവസം 5 ദിവസം അവിടെ കിടന്നു, അവസാനം മരണപ്പെടുക. അന്ന് ആ സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് വന്ന ആളുകളില്ലേ, അവരെന്താ പറയാ? ഓക്കെ, ഇത്ര ദിവസം കഴിഞ്ഞ് മരിച്ചു, ഇനിയും അവർ മാറ്റുവോ? ദൈവം തമ്പുരാൻ അറിയാം. ജിഷിന് അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഒന്ന് കൂട്ടി വായിക്കാനുണ്ട്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. സെലിബ്രിറ്റി എന്താ ആകാശത്ത് പൊട്ടിമുളച്ചിട്ട് വീണതാണ്? എന്താ സെലിബ്രിറ്റി കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച ഒരാളെ കൊന്നു കഴിഞ്ഞാണ്ടെങ്കിൽ ആരും മിണ്ടാൻ പാടില്ലേ? എന്താ പരിതപിക്കാത്തത് നീ? അതെനിക്ക് ചോദിക്കാം. നീ പരിതപിക്ക്. ഇവിടെ മധുവിനെ ആക്രമിച്ച കഥ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ വലിയൊരു കാര്യം ഇയാളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരാള് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാ, പ്രായമായ ഒരു മനുഷ്യൻ. അയാൾ ഇന്നും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ ജീവിതം ഒരു തറ്റത്തേക്ക് മുട്ടിക്ക് എത്ര കഷ്ടപ്പെടുന്നുണ്ടാവൂടോ? അയാളെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതിനെ ന്യായീകരിച്ചിട്ട്
കള്ള് കുടിച്ച് വണ്ടി ഓടിക്കുന്നതിനെ ന്യായീകരിക്കൊന്നുമല്ല കേട്ടോ എന്ന് പറയുമ്പോഴും നിങ്ങൾ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഷാനവാസിനെ ക്യാമറക്ക് മുന്നിൽ പോയി സംസാരിക്കുന്ന സമയത്ത് ഇത് തടഞ്ഞു വെച്ച ആള് നിങ്ങളാ. അന്ന് തന്നെ അതിനിടയിൽ നല്ല രീതിയിൽ കമന്റുകൾ ഉണ്ട്. ഞാൻ ആ കമന്റുകളെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ മാന്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ മുഖം മൂടി കൃത്യമായിട്ട് പഴിഞ്ഞു വീണിട്ടുണ്ട്. ഇനിയെങ്കിലും ഇപ്പൊ പറഞ്ഞ വാക്കുകളോ ഒന്ന് മാറ്റി പറയണം കേട്ടോ. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല ഈ സിദ്ധാർത്ഥ്. അത് നമുക്കറിയില്ല. ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ച വ്യക്തിയല്ല സിദ്ധാർത്ഥ് എന്നുള്ളത്. പകരം മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ കൊന്ന ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ ആള് ഇപ്പൊ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല, സംഭവം ശരിയാണ്. അതേപോലെ തന്നെ മറ്റൊരാളുടെ ലൈഫ് അപഹരിക്കാനും അവർക്കും അവകാശമില്ല, അത്ര തന്നെ. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുമല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വണ്ടി ഇടിച്ച് ഒരാൾ മരണപ്പെട്ടല്ലോ, ലോട്ടറി കച്ചവടക്കാരനാ. അയാളുടെ കുടുംബത്തിനെ നിങ്ങൾ ആരെങ്കിലും പോയി സഹായിക്കുകയോ? അവരുടെ ഫാമിലിക്ക് നഷ്ടപ്പെട്ട വലിയ തീരാ നഷ്ടം നിങ്ങൾക്ക് നികത്താൻ കഴിയോ? ഇല്ലല്ലോ. അയാളന്ന് മരിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ജിഷൻ ഈ സംസാരിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു. ഇനി താങ്കൾ ഈ വാക്കുകൾ ഏത് രീതിയിലാണ് പറയാൻ പോണേ? ഒരു വിലയുണ്ടായിരുന്നു താങ്കൾക്ക് കേട്ടോ, അത് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ട്. ഈ ഒരു വാർത്തയുടെ അടിയിൽ നിങ്ങളുടെ പേര് നല്ല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ, ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണമുണ്ടോ തനിക്ക് എന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഒരാൾ കള്ള് കുടിച്ച് നിയമവിരുദ്ധമായി വാഹനം ഓടിച്ച ഒരു വ്യക്തി ഇടിച്ച് തെറിപ്പിച്ചു. ആ സമയത്ത് ആള് മരണപ്പെട്ടില്ല, എന്നാൽ പോലും ഇടിച്ച് തെറിപ്പിച്ചു. ആ ഇടിച്ച് തെറിപ്പിച്ച വ്യക്തി എല്ലാവരും ഇവിടെ പിടിച്ചു വെച്ചതിനാണ് ഇപ്പൊ ഈ ഡയലോഗ് അടിക്കുന്നത് അല്ലേ? കൊള്ളാം ഇടോ, കൊള്ളാം. നിങ്ങൾക്കാണ് നാണമില്ലാത്തത് എന്ന് പറയേണ്ടി വരും, അത്ര തന്നെ. നാണമാണ്, നാണം. ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. നിന്റെ മോന്ത കാണുമ്പോ തന്നെ ലജ്ജ അങ്ങ് പറയുന്നില്ല, വാരി തൂകുന്നുണ്ടല്ലോടെ നിന്റെ മുഖത്ത് തന്നെ. അത് സഹപ്രവർത്തകൻ ആയതുകൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ടും കള്ളു കുടിച്ചെന്ത് മറ്റടുത്ത പരിപാടി ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു തിട്ടൂരമാണ് തനിക്ക്. എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഞാനത് കയറി നോക്കട്ടെ. ഇയാൾ ഏതെങ്കിലും രീതിയിൽ ഇതിനെ ന്യായീകരിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് നോക്കാനാണ്. എന്തെങ്കിലും ഇപ്പൊ രാത്രി 1:15 സമയം കേട്ടോ, 1:15. ആ 1:15 സമയത്തില് അയാളുടെ സ്റ്റോറിയിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്ന ഒരു സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ആൾ ഇട്ടിട്ടില്ല. ഓക്കെ, ഏകദേശം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂറിന്റെ മുകളിലായി ഇങ്ങനെ ഒരു വാർത്ത തന്നെ വന്നിട്ട്. സമയം ഒരുപാടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പ്രതികരിക്കാം, പക്ഷെ പ്രതികരിച്ചിട്ടില്ല. തെറ്റുപറ്റിയാൽ ആരാണെങ്കിലും തിരുത്തണം. ഇവിടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തി അയാൾ കള്ളു കുടിച്ച് ഇങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്തതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു സാധാരണക്കാരന്റെ ലൈഫിന് ഒരു വിലയും ഇല്ല എന്ന് തന്നെ ഇയാളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ? സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവന്റെ നെഞ്ചത്തിട്ട് കയറുന്നത്. ഇവിടെ സെലിബ്രിറ്റി ആയാലും ഒരു മനുഷ്യന്റെ ലൈഫാണ് ഇപ്പൊ അപഹരിച്ചിട്ടുള്ളത്. ഒരിക്കലും അംഗീകരിക്കാൻ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലോട്ടറി ഒക്കെ കച്ചവടം ചെയ്തിട്ട് എന്താ കിട്ടുക? ആ തുച്ഛമായ വരുമാനം കൊണ്ടാവും മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലെ? അതും ഇത്രയും പ്രായമായി എന്നിട്ടും ആൾ ആ ഒരു ജോലി തന്നെ ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാവും ഈ കഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് വന്നിട്ട് ഒരു വാഹനം ഇടിക്കുന്നത്. ഇടിച്ച വാഹനം ഓടിച്ച ആളുകളെ സപ്പോർട്ട് ചെയ്ത് സെലിബ്രിറ്റികൾ തന്നെ രംഗത്ത് വരുന്നത്. കൊള്ളാം, നിങ്ങളെ പോലെ വകതിരിവില്ലാത്ത ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ നാട് നന്നാവാത്തത് എന്നുള്ളതാണ്. തെറ്റ് ആര് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ജിഷിനെ, നിങ്ങൾക്ക് തെറ്റി. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിദ്ധാർത്ഥിനെ കുറിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇപ്പോൾ ഓൾറെഡി പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ആള് മദ്യലഹരിക്ക് അടിമയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 2 പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഒരു സ്ത്രീ വന്ന് പറഞ്ഞല്ലോ, അതിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഈ പയ്യൻ ഇങ്ങനെ ആയതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാണ് ആ ഒരു സ്ത്രീ പറഞ്ഞത് എന്നുള്ളതാണ്.
ഓക്കെ, നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട, നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അവൻ എത്ര വലിയ കൊമ്പത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. അത് ഈ കേരള ജനത ഏറ്റെടുക്കുക തന്നെ വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഊളത്തരം കാണിച്ചിട്ട് ഊഞ്ഞാലാട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു ശിഷ്യനെ നീ പോയിട്ട് അത് ചെയ്യ്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും അതിൽ പാൾ സൈനിങ് ഓഫ്.